ബജാജ് പുതിയ വണ്ടി ഇറക്കിയത് കേട്ടു. പിന്നില്ല, ഇതാണ് മോനെ ലോകത്തെ തന്നെ ആദ്യത്തെ CNG ബൈക്ക്. CNG ബൈക്കോ? അതെ, CNG പെട്രോൾ ഒരു ബൈക്കിന് ഓടാൻ പറ്റും. അതിന് 2 ലിറ്ററിന്റെ ഒരു പെട്രോൾ ടാങ്കും 2 കിലോഗ്രാമിന്റെ ഒരു CNG ടാങ്കും ഇതിനകത്തിട്ടുണ്ട്. കമ്പൈൻഡ് ആയിട്ട് ഏകദേശം നമുക്ക് 330 കിലോമീറ്ററിന്റെ റേഞ്ച്. CNGയിൽ ഏകദേശം 102 കിലോമീറ്റർ പെർ കിലോഗ്രാം ആണ് മൈലേജ് വരുന്നത്. പെട്രോളിലോട്ട് സ്വിച്ച് കഴിഞ്ഞാൽ ഏകദേശം 65 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ്. അതപ്പോൾ ഈ CNG വെച്ചിട്ടാണ് ഇത് CNG വെച്ചിട്ടാണ് പ്രൈമറിലി വണ്ടി ഓടുന്നത്. പ്ലസ് നമുക്ക് റിസർവിനാണ് പെട്രോൾ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ CNG തീർന്നു പോയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്രോളിൽ ഏകദേശം 65 കിലോമീറ്റർ മൈലേജിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കും. മീറ്റർ കൺസോൾ ഇതാ റിവേഴ്സ് LCD ആണ് വരുന്നത്. നമുക്ക് ഇതിൽ തന്നെ കാണിച്ചു തരും CNGയുടെ എന്താ പറയുക നമ്മുടെ ടാങ്കിൽ എന്തോരം കിടപ്പുണ്ടെന്നുള്ളത്. പ്രീമിയം ആണ്, കാണാൻ അടിപൊളി ഒരു ഡിസ്പ്ലേ ആണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്വിച്ചിൽ നമുക്ക് പെട്രോളിലും CNGയിലും നമുക്ക് വണ്ടി സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. എപ്പോൾ വേണം സ്വിച്ച് ചെയ്യാം. വണ്ടി ഓട്ടത്തിലോ നിർത്തിയിട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പോ എങ്ങനെ വേണം നമുക്ക് ഇതിൽ. ഇതെന്തോ അതാണ് നമ്മുടെ സെഗ്മെന്റിൽ തന്നെ ലോങ്ങസ്റ്റ് സീറ്റ് ആണ് വരുന്നത്. 785 മില്ലിമീറ്ററിന്റെ ഒരു സീറ്റ് ലെങ്ത് ആണ്. ഇന്ത്യക്കാരന്മാർ 5 പേരൊക്കെയാണ് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. അപ്പൊ എന്നാൽ പിന്നെ കംഫർട്ടോടെ പോകട്ടെ എന്ന് വിചാരിച്ചു. സീറ്റ് ഹൈറ്റ് ഒക്കെയോ? സീറ്റ് ഹൈറ്റ് 825 mm ആണ്. പക്ഷെ നിങ്ങൾക്ക് ഹൈറ്റ് കാലത്തൊന്നും സീമെല്ലാം ഉണ്ടോ? ഇല്ല. നൈസ് അല്ലേ? ആണ് ആ സീറ്റിന്റെ ആ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാരോ ഡൗൺ ആയിട്ടാണ്. അപ്പൊ ഈസി ആയിട്ട് കാല് കുത്താം. 147 കിലോഗ്രാമേ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു പ്രീമിയം ടച്ച് കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ബൈക്ക് സ്റ്റാൻഡേർഡ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു പ്രീമിയം ഫീൽ തരുന്ന വാഹനമാണ്. ഫ്രണ്ടിൽ നമുക്ക് LED ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ബാക്കിൽ ഒരു നൈസ് LED ടെയിൽ ലാമ്പും ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് 120 സെക്ഷൻ്റെ ഒരു ബ്ലോക്ക് പാറ്റേൺ ടയർ വന്നിരിക്കുന്നത്. അത് 16 ഇഞ്ച് അലോയിലാണ് കേട്ടോ. കാരണം കമ്പ്യൂട്ടർ ബൈക്കിലൊക്കെ 17 ആണ് ബാക്ക് വരുന്നത്. 16 ആണ്. ഫ്രണ്ട് 17 ആണ്. 90/80 ടയർ. ഡിസ്കിലും ഡ്രമ്മിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഡിസ്ക് വരുന്നത് 240 ഡിസ്ക് ബ്രേക്കാണ്. ബാക്കിൽ 130 mm ഡ്രം ബ്രേക്ക് വരുന്നുണ്ട്. കോംബി ബ്രേക്കിംഗ് ടെക്നോളജിയും വന്നിട്ടുണ്ട്. പിന്നെ ഒരു സെഗ്മെന്റ് ഇതാണ് ടോപ്പ് എൻഡ് വേരിയന്റ് കാണുന്നത്. ഡിസ്ക് വിത്ത് LED ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ സെഗ്മെന്റിൽ നമ്മൾ ഇതുവരെ കണ്ടില്ലാത്തൊരു സാധനമുണ്ട്. ലിങ്ക്ഡ് മോണോ സസ്പെൻഷൻ. നമ്മുടെ CBR 250R ഒക്കെ ഇല്ല, അതിൽ ഹിമാലയനിലൊക്കെ വരുന്ന പോലത്തെ ലിങ്ക്ഡ് ടൈപ്പ് മോണോഷോക്ക് സസ്പെൻഷൻ ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, ഇവിടെ ലിങ്കേജ് കൊടുത്തിട്ടുണ്ട്. സോ അത് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മുടെ സ്വിംഗ് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും. അതേപോലെ ഇതിൽ ട്രെല്ലിസ് ഇതാ വന്നേക്കുന്നത്. ലൂക്കിലൊക്കെ കാണാനുള്ള ട്രെല്ലിസ് ഫ്രെയിമാണ്. ഈ ട്രെല്ലിസ് ഫ്രെയിമിന് വേറൊരു ഗുണവും കൂടെ ഉണ്ട്. ഇത് ലൈറ്റർ ആണ്, സ്ട്രോങ്ങർ ആണ്. അതേപോലെ തന്നെ നമ്മുടെ CNG ടാങ്ക് ഉണ്ടല്ലോ ഈ സീറ്റിനടിയിൽ, ആ ടാങ്കിനെ കവർ ചെയ്തിരിക്കുന്ന രീതിക്കാണ് വന്നിരിക്കുന്നത്. ഇത് സേഫ്. സീറ്റ് തുറന്നു കഴിഞ്ഞാൽ ടാങ്ക് നമുക്കത് കാണാം. 16 കിലോകളാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. പക്ഷേ നല്ല ഒരു സേഫ് ആൻഡ് സ്ട്രോങ് ടാങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. പോരാതെ കണ്ടോ ഈ ഒരു ഫ്രെയിം ഈ ഒരു ടാങ്കിനെ പൊതിഞ്ഞ് നിൽക്കുന്ന രീതിക്കാണ് ഇതിന്റെ ഡിസൈനും കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്യൂൽ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ താക്കോലിങ് ഇട്ട് തന്നെ ഞങ്ങൾക്ക് ഫ്യൂൽ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഫ്ലാപ്പ് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യാം, ഇവിടെ നമുക്ക് CNG ഫില്ല് ചെയ്യാം. അത് നന്നായി. ആ ഒരു സെറ്റപ്പും ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ ഇതിന്റെ വില എങ്ങനെയാ? വിലയാണ് ഹൈലൈറ്റ്. ഏകദേശം ഒരു 125cc നോർമൽ ബൈക്കിനകത്തായിരിക്കും വില വരുന്നത്. 1 ലക്ഷത്തിന് മുകളിൽ 1 ലക്ഷത്തിന് മുകളിൽ പോകില്ല. 95,000 രൂപയൊക്കെ നിൽക്കത്തുള്ളൂ. അല്ല 90,000 രൂപ ആ റേഞ്ചിലാണ് വരുന്നത്. ഈ വണ്ടിക്ക് എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 95,000 രൂപയെന്നാണ്. അപ് ടു 1,10,000 ആണ് എക്സ്ഷോറൂം വരുന്നത്. അപ്പം ഇത് ടോപ്പ് ട്രിം ആണ്. ഇതിന് 1,10,000 രൂപ എക്സ്ഷോറൂം. ഏറ്റവും ബേസ് വേരിയന്റ് ഉണ്ട് നമ്മുടെ ഡ്രം ബ്രേക്കും അതുപോലെ തന്നെ ഹാലജൻ ലൈറ്റുമായിട്ട് വരുന്നത്. അതിന് 95,000 രൂപയാണ് വന്നിരിക്കുന്നത്. പറഞ്ഞില്ല പുല്ല്. എഞ്ചിൻ വന്നേക്കുന്നത് നമുക്ക് 125cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട്. മാക്സിമം 9.5 PS പവർ, 8,500 RPM പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ 9.7 Nm ടോർക്ക്, 6,000 RPM പ്രൊഡ്യൂസ് ചെയ്യും. പെട്രോളിലും CNGയിലും ഓടാൻ സാധിക്കുന്ന ഒരു കിക്കറുണ്ട്. കിക്കർ ഇല്ല എന്നുള്ള പരാതിയും കേൾക്കണ്ട. അതേപോലെ തന്നെ നമുക്ക് അടിയിലൊരു ബാഷ് പ്ലേറ്റ് വരുന്നുണ്ട്. 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഇനി ഇതിനെല്ലാം ഉപരി ഇതൊരു ഹൊറിസോണ്ടൽ ലേഔട്ട് എഞ്ചിനാണ്. അതുപോലെ തന്നെ സ്ക്വയർഡ് ലേഔട്ട് എഞ്ചിനാണ്. ഏകദേശം എൻ്റെ ബോർ സ്ട്രോക്കും ഒക്കെ തന്നെ സെയിം ആയിട്ടാണ് വരുന്നത്. സോ എഞ്ചിൻ വൈസ് നൈസാണ്. റിഫൈൻമെന്റ് വേണ്ടിനകത്ത് കൗണ്ടർ ബാലൻസും കാര്യങ്ങളൊക്കെ തന്നെ ബജാജ് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇറങ്ങുമ്പോൾ അറിയാം. സാധനം ഇറങ്ങിയ ആൾക്കാർ ഓടിച്ച് നോക്കുമ്പോഴേ അതിൻ്റെ കറക്റ്റ് ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. എങ്കിലും ഇപ്പോൾ ഈ ഒരു പ്രൈസിന് നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു നൈസ് ഡീല് കാണാനും ലുക്കുണ്ട്. ആ ഒരു എഫിഷ്യൻസി എന്ന് പറഞ്ഞ കാര്യങ്ങളോട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ബൈക്കിലോട്ട് ഇലക്ട്രിക് സ്കൂട്ടറിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ആൾക്കാർക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടെ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലോട്ട് വന്നിരിക്കുകയാണ്. CNG ബൈക്ക്. ഇത് നമുക്ക് സ്റ്റാർട്ടിങ്ങിലും ഇത് CNG യൂസ് ചെയ്യണ്ട. എങ്ങനെയാടാ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചു. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. നൈസ്.